ശരണ്യയും അർജുനും ശ്രീതുവും ഇരുന്ന് ലൈവിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. പുറത്തിരുന്നിട്ട് അവർ മൂന്നുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ട് എന്തൊക്കെയോ വഷളത്തരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്ന് ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നതാണ് കാണുന്നത്. പക്ഷെ കുറച്ച് നാളായിട്ട് ഇവരൊപ്പം ഇരുന്ന് സംസാരിക്കുന്ന ശീലം ശരണ്യക്കില്ല. ശരണ്യ പവർ റൂമിൽ കയറിയ 2 ആഴ്ചയായിട്ട് ഇവരുടെ അടുത്തൊക്കെ ഒരു പുച്ഛഭാവത്തോടു കൂടി സംസാരിക്കുന്ന ശരണ്യാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇവരുമായിട്ട് വഴക്കിടുന്നതും അങ്ങനെയൊക്കെയുള്ള ശരണ്യാണ് നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്. പക്ഷേ ശരണ്യ ഇപ്പൊ 3-ാമത്തെ ആഴ്ചയാണ് പവർ റൂമിൽ നിൽക്കുന്നത്. 3 ആഴ്ച ഭയങ്കര സേഫായിട്ട് ഗെയിം കളിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ശരണ്യ. ഇനിയിപ്പോ പവർ റൂമിലേക്ക് പുറത്തേക്ക് കിടക്കുന്ന സമയത്ത് അവിടെ അർജുനും ശ്രീതുവിനും ഒരുപാട് ഫാൻ സപ്പോർട്ട് ഉണ്ട്. പുറത്ത് നല്ല ഇതാണെന്നുള്ളത് അവിടെ ശരണ്യക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇനി പവർ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇവരുടെ കൂടെ നിൽക്കണമെന്ന് ശരണ്യക്ക് തോന്നിയത് കണ്ടാണോ ഇവരുടെ കൂടെ വന്നിരുന്ന് സംസാരിക്കുന്നതെന്ന് എനിക്ക് ലൈവ് കണ്ട സമയത്ത് തോന്നിപ്പോയി. അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഏഞ്ചലിന്റെ എത്ര ക്യാരക്ടർ ഉണ്ട്, നമ്മൾ അത്ര ഡെവിളിന്റെ ഒക്കെ എത്ര ക്യാരക്ടർ ഉണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ സംസാരിക്കുന്ന സമയത്ത് അവിടെ അർജുൻ കളിയാക്കിയെ പറയുന്നുണ്ടായിരുന്നു ശ്രീതുവിനെ 99.999% ഡെവിൾ ക്യാരക്ടറും ബാക്കി 0.0001% മാത്രമാണ് ഏഞ്ചലിന്റെ ക്യാരക്ടർ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കി സംസാരിക്കുന്നുണ്ടായിരുന്നു. അർജുൻ മൊത്തത്തിൽ ഡെവിൾ ആണെന്നും ഒരു നെഗറ്റീവ് ഇത് മാത്രമാണ് അവിടെ ഏഞ്ചലിന് ഞാൻ കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കളിയാക്കി സംസാരിക്കുകയാണ്. അതുപോലെ ശരണ്യയുടെ കാര്യം പറയുമ്പോൾ 50-50 ആണ് രണ്ടും. അപ്പൊ അർജുൻ പറഞ്ഞില്ല 92 ഏഞ്ചലും 8% ഡെവിൾ ആണെന്ന്. അല്ല, ശ്രീതു തന്നെയാണ് അത് പറഞ്ഞത് 92 എന്നുള്ളത്. അങ്ങനെ അർജുൻ അതൊക്കെ ശരിവെച്ച് ഇവരിങ്ങനെ കളിത്തമാശ രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നിയത് ശരണ്യ കുറെ നാൾ ഇപ്പൊ 3 ആഴ്ചയോളമായി പവർ റൂമിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ശരണ്യ ഇവരുടെ അടുത്ത് അത്രയും കമ്പനിയായിട്ട് ഇതുവരെ ഇതൊന്നും സംസാരിച്ചിരുന്നില്ല. ഇപ്പോൾ പവർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ശരണ്യ ഇവരുമായിട്ട് കൂടുതൽ അടുക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവിടെ അർജുനും ശ്രീതുവിന്റെ കോംബോ പുറത്ത് ഹിറ്റാണെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ശരണ്യ. അപ്പൊ ഇവരുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ തനിക്ക് വോട്ട് കിട്ടും, തന്റെ കൂടെ ആളുകൾ നിൽക്കും എന്നുള്ളൊരു തോന്നലാവാം ശരണ്യ ഇവരെ അടുത്തേക്ക് കൂടുതൽ അടുപ്പിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും ശ്രീതുവിനെ പലതവണയായിട്ട് അപ്സരയുടെ അടുത്തിരുന്നിട്ട് വല്ലാതെ കുറ്റം പറയുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരിക്കലും ശ്രീതുവിനെ അറിയില്ല, അത് വേറെ കാര്യം. അതറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ മനസ്സിലാവും ശരണ്യയുടെ സ്വഭാവം എന്തെന്ന്. ശരണ്യ പലപ്പോഴും ശ്രീതുവിനെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അർജുനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഇവരുടെ അടുത്ത് ഇത്രയും സോപ്പിട്ട് സംസാരിക്കുന്നത് എന്തിനാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവാവുന്ന കാര്യമേ ഉള്ളൂ.